നവകേരളം കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച സ്ഥാപനമാണ് കിഫ്ബി. ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലായി ഇതുവരെ 90,562 കോടി രൂപയുടെ 1,190 പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും ഇപ്പോൾ ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി സംസ്ഥാന ധനവകുപ്പിന് കീഴിൽ സ്ഥാപിതമായ ഏജൻസിയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. വികസന രംഗത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന വിടവ് നികത്തി സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തിയുള്ള യാത്രയിൽ 25 പ്രവർത്തന വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് കിഫ്ബി. ഇതിനിടെ പൊതുമരാമത്ത്, ആരോഗ്യം, വ്യവസായം, വിദ്യാഭ്യാസം ഉൾപ്പെടെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിലെല്ലാം കയ്യൊപ്പ് ചാർത്താൻ കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ മേഖലകളിലെ കെട്ടിട നിർമ്മാണങ്ങൾ, പാലങ്ങൾ, റോഡുകൾ തുടങ്ങി നിലവിൽ 90,562 കോടി രൂപയുടെ 1,190 പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയത്. ദേശീയപാതയ്ക്കും വ്യാവസായിക ആവശ്യത്തിനുമുള്ള ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ 33,388 കോടി രൂപ കിഫ്ബി ഇതിനോടകം സംസ്ഥാനത്ത് ചെലവഴിച്ചു കഴിഞ്ഞു. അംഗീകാരം നൽകിയ പദ്ധതികളിൽ 21,881 കോടിയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു. 27,273 കോടിയുടെ പദ്ധതികളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി നടപ്പാക്കുന്നത്. ആകെ അംഗീകാരം ലഭിച്ചത് 34,330 കോടി രൂപയുടെ 516 പദ്ധതികൾക്ക്. 104 പദ്ധതികൾ പൂർത്തീകരിച്ചു. ജലവിഭവ വകുപ്പിൽ 6,995 കോടി രൂപയുടെ 103 പദ്ധതികൾ, വൈദ്യുതി വകുപ്പിൽ 5,200 കോടി രൂപ, ആരോഗ്യ മേഖലയിലാകട്ടെ 6,670 കോടി രൂപയുടെ പദ്ധതികൾ. ഇപ്രകാരം 70,562 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും 20,000 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുക്കൽ പാക്കേജും അടക്കമാണ് 90,562 കോടി രൂപയുടെ പദ്ധതികൾ. പതിറ്റാണ്ടുകൾ കാത്തുനിൽക്കാതെ അത്യന്താപേക്ഷിതമായ പശ്ചാത്തല സൗകര്യം ഉടൻ സൃഷ്ടിക്കുക എന്ന തത്വമാണ് കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.